ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിനും പശ്ചിമബംഗാളിലെ ഒന്നാംഘട്ട വോട്ടെടുപ്പിനുമുള്ള ഔദ്യോഗിക വിജ്ഞാപനം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. കുവൈറ്റിലെ ജലശുദ്ധീകരണ പ്ലാന്റിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടു. മരിച്ചയാളുടെ കുടുംബത്തിന് എല്ലാ സഹായവും ലഭ്യമാക്കാൻ ശ്രമവുമായി ഇന്ത്യൻ എംബസി. ഉപഭോക്താക്കളുടെ വിവരങ്ങളുടെ സുരക്ഷയും രഹസ്യാത്മകതയും ഉറപ്പാക്കാൻ രാജ്യത്തെ ബാങ്കുകൾ കർശനമായ ചട്ടക്കൂടിന് കീഴിലാണ് പ്രവർത്തിക്കുന്നതെന്ന് കേന്ദ്ര സർക്കാർ. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളത്തിൽ വോട്ടെടുപ്പിന് 10 ദിവസം മാത്രം ശേഷിക്കെ പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. പൊതുവിതരണ സംവിധാനത്തിന് കീഴിലെ മണ്ണെണ്ണ വിതരണത്തിനുള്ള നടപടികൾ ലഘൂകരിച്ച കേന്ദ്ര സർക്കാർ. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇറാൻ നടത്തിയ ആക്രമണത്തിൽ കുവൈറ്റിലെ വൈദ്യുതി, ജലശുദ്ധീകരണ, വൈദ്യുതി പുനരുപയോഗ പ്ലാന്റുകൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ഒരു ഇന്ത്യൻ തൊഴിലാളി കൊല്ലപ്പെടുകയും ചെയ്തു. കുവൈറ്റ് ഊർജ്ജ ജല മന്ത്രാലയമാണ് ഇന്നലെ വൈകുന്നേരമുണ്ടായ ഈ ആക്രമണത്തെക്കുറിച്ചുള്ള വിവരം പുറത്തുവിട്ടത്. പ്ലാന്റിലെ സർവീസ് കെട്ടിടത്തിന് കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നും മന്ത്രാലയ വക്താവ് അറിയിച്ചു. രാജ്യത്തെ വൈദ്യുതി ജലവിതരണം സുഗമമായി തുടരുന്നുവെന്നുറപ്പാക്കാൻ നടപടികൾ സ്വീകരിച്ചതായി അധികൃതർ അറിയിച്ചു. പൊതുജനങ്ങൾ പരിഭ്രാന്തരാകരുതെന്നും ഔദ്യോഗിക ചാനലുകൾ വഴിയുള്ള വിവരങ്ങൾ മാത്രം വിശ്വസിക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു. കുവൈറ്റിലെ ജലശുദ്ധീകരണ പ്ലാന്റിന് നേരെയുണ്ടായ ഇറാൻ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ കുവൈറ്റിലെ ഇന്ത്യൻ എംബസി അനുശോചനം രേഖപ്പെടുത്തി. മരിച്ച വ്യക്തിയുടെ കുടുംബത്തിന് ആവശ്യമായ എല്ലാ പിന്തുണയും സഹായവും നൽകുന്നതിനായി കുവൈറ്റ് അധികൃതരുമായി ചേർന്ന് പ്രവർത്തിച്ചു വരികയാണെന്ന് എംബസി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. പശ്ചിമേഷ്യയിൽ സംഘർഷത്തിനയവില്ല. അമേരിക്ക രഹസ്യമായി കരയുദ്ധം ആസൂത്രണം ചെയ്യുന്നതായി ഇറാൻ പാർലമെന്ററി സ്പീക്കർ ആരോപിച്ചു. സർവകലാശാലകളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ടുള്ള US ഇസ്രായേൽ ആക്രമണങ്ങളെ ഇറാൻ വിദേശകാര്യമന്ത്രി അപലപിച്ചു. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിനും പശ്ചിമബംഗാളിലെ ഒന്നാംഘട്ട വോട്ടെടുപ്പിനുമുള്ള ഔദ്യോഗിക വിജ്ഞാപനം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. വിജ്ഞാപനം പുറപ്പെടുവിച്ചതോടെ ഈ സംസ്ഥാനങ്ങളിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണവും ആരംഭിച്ചു. വിശദാംശങ്ങളിലേക്ക്. തമിഴ്നാട്ടിലെ 234 മണ്ഡലങ്ങളിലും ഏപ്രിൽ 23-ന് ഒറ്റഘട്ടമായി വോട്ടെടുപ്പ് നടക്കുമ്പോൾ പശ്ചിമബംഗാളിലെ ആദ്യഘട്ടത്തിൽ 152 മണ്ഡലങ്ങളിലാണ് അന്ന് ജനവിധി തേടുന്നത്. ഇരു സംസ്ഥാനങ്ങളിലും പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ 6-ഉം സൂക്ഷ്മ പരിശോധന 7-നും പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ 9-നുമാണ്. 1.18 കോടി കന്നി വോട്ടർമാരുള്ള തമിഴ്നാട്ടിൽ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കാൻ എന്റെ വോട്ട് എന്റെ അവകാശം എന്ന പ്രചാരണവുമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സജീവമാണ്. പശ്ചിമബംഗാളിലെ രണ്ടാംഘട്ട വോട്ടെടുപ്പ് 142 മണ്ഡലങ്ങളിലായി ഏപ്രിൽ 29-ന് നടക്കും. ഇതിനായുള്ള വിജ്ഞാപനം ഏപ്രിൽ 2-ന് പുറത്തിറങ്ങും. ഇരു സംസ്ഥാനങ്ങളിലെയും വോട്ടെണ്ണൽ മെയ് 4-ന് നടക്കും. ന്യൂസ് ഡെസ്ക് ആകാശവാണി. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പോലീസ് ഭരണ സംവിധാനത്തിൽ വൻ അഴിച്ചുപണി നടത്തി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഭവാനിപ്പൂർ, നന്ദിഗ്രാം തുടങ്ങിയ സുപ്രധാന മണ്ഡലങ്ങൾ ഉൾപ്പെടെ സംസ്ഥാനത്തെ 170 പോലീസ് സ്റ്റേഷൻ ഓഫീസർമാരെയാണ് തൽസ്ഥാനത്ത് നിന്ന് നീക്കിയത്. സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ ശുപാർശ പ്രകാരം 11 മുതിർന്ന ഉദ്യോഗസ്ഥരടക്കം ആകെ 184 പേരെയാണ് സ്ഥലം മാറ്റി നിയമിച്ചത്. ഉപഭോക്താക്കളുടെ വിവരങ്ങളുടെ സുരക്ഷയും രഹസ്യാത്മകതയും ഉറപ്പാക്കാൻ രാജ്യത്തെ ബാങ്കുകൾ കർശനമായ ചട്ടക്കൂടിന് കീഴിലാണ് പ്രവർത്തിക്കുന്നതെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറപ്പെടുവിച്ച KYC മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം ഉപഭോക്തൃ വിവരങ്ങളുടെ രഹസ്യാത്മകത സൂക്ഷിക്കാൻ ബാങ്കുകൾ ബാധ്യസ്ഥരാണെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ലോക്സഭയിലെ ചോദ്യോത്തരവേളയിൽ മറുപടി നൽകുകയായിരുന്നു അവർ. തട്ടിപ്പുകളോ അനധികൃത വിവര കൈമാറ്റമോ ശ്രദ്ധയിൽപ്പെട്ടാൽ RBIക്കോ ബന്ധപ്പെട്ട അധികാരികൾക്കോ പരാതി നൽകാമെന്നും ഇത്തരം പരാതികളിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും ശ്രീമതി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളത്തിൽ വോട്ടെടുപ്പിന് 10 ദിവസം മാത്രം ശേഷിക്കെ പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. UDFനായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് പത്തനംതിട്ടയിലും കോട്ടയത്തും തിരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുക്കും. നാളെ കോഴിക്കോടും കണ്ണൂരിലും ശ്രീ രാഹുൽ ഗാന്ധി എത്തും. LDFന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി മുഖ്യമന്ത്രിയും മുതിർന്ന CPIM നേതാവുമായ പിണറായി വിജയൻ ഇന്ന് കൊല്ലം ജില്ലയിൽ പര്യടനം നടത്തുകയാണ്. 4 നിയോജക മണ്ഡലങ്ങളിലെ LDF സ്ഥാനാർത്ഥികളുടെ പൊതുയോഗങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. NDAക്കായി CK പത്മനാഭൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ രംഗത്തുണ്ട്. BJP നേതാവ് ഖുഷ്ബു സുന്ദർ നാളെ കോഴിക്കോട് മാവൂരിൽ NDAക്കായി പ്രചാരണത്തിനെത്തും. ഏപ്രിൽ 9-നാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ മെയ് 4-നാണ്.
പുതുച്ചേരിയിലെ 30 നിയോജക മണ്ഡലങ്ങളിലും അടുത്ത മാസം 9-ന് ഒറ്റഘട്ടമായി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും. പുതുച്ചേരിയിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത് വിലിയന്നൂർ നിയോജക മണ്ഡലത്തിലാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. നിലവിലെ ഊർജ്ജ വിതരണ പ്രതിസന്ധി കണക്കിലെടുത്ത് പൊതുവിതരണ സംവിധാനത്തിന് കീഴിലെ മണ്ണെണ്ണ വിതരണത്തിനുള്ള നടപടികൾ ലഘൂകരിക്കാൻ വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. ഡൽഹി, ഉത്തർപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ ഉൾപ്പെടെ 21 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഒരു ജില്ലയിലെ പരമാവധി 2 ഇന്ധന സ്റ്റേഷനുകൾക്ക് മണ്ണെണ്ണ വിതരണം ചെയ്യാം. പൊതുമേഖലാ എണ്ണ കമ്പനികളുടെ ഉടമസ്ഥതയിലുള്ള ഔട്ട്ലെറ്റുകളിൽ 5000 ലിറ്റർ മണ്ണെണ്ണയാണ് സംഭരിക്കാൻ അനുവാദമുള്ളത്. നേപ്പാൾ മുൻ പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയെ കാഠ്മണ്ഡു ജില്ലാ കോടതി 5 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. ഒരു റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ നടന്ന ജൻസി പ്രക്ഷോഭത്തെ അടിച്ചമർത്തിയതിലും അതേ തുടർന്ന് 76 പേർ കൊല്ലപ്പെട്ട സംഭവത്തിലും ശർമ്മ ഒലിക്കും മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ലേഖക്കിനും പങ്കുണ്ടെന്ന അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത്. പുതുതായി ചുമതലയേറ്റ ബാലേന്ദ്ര ഷാ സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ ജൻസി പ്രതിഷേധങ്ങളിൽ മേലുള്ള അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാൻ തീരുമാനിച്ചതിനു ശേഷമാണ് അറസ്റ്റ് നടന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് മുൻ ഊർജ്ജമന്ത്രിയും നേപ്പാളി കോൺഗ്രസ് നേതാവുമായ ദീപക് ഖഡ്ഗയെയും നേപ്പാൾ പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. രാത്രി 7:30-ന് ഗുവാഹത്തിയിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ മുംബൈ ഇന്ത്യൻസ് 6 വിക്കറ്റിന് വിജയിച്ചു. ഏഷ്യൻ കപ്പ് യോഗ്യതാ റൌണ്ടിൽ ഇന്ത്യ ഹോങ്കോങ് മത്സരത്തിന് നാളെ രാത്രി 7-ന് കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം വേദിയാകും. 10 വർഷത്തിനു ശേഷമാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീം കൊച്ചിയിൽ കളിക്കാനെത്തുന്നത്. 7ാമത് ഇന്ത്യ അൾജീരിയ വിദേശ മന്ത്രാലയ സമ്മേളനം അൾജീരിയയിൽ നടന്നു. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി നീന മൽഹോത്രയും അൾജീരിയൻ വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി ജനറൽ ലൂണസ് മെഗ്രാമാനും നേതൃത്വം നൽകി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം വിലയിരുത്തിയ ചർച്ചയിൽ ഊർജ്ജം, ഉന്നത വിദ്യാഭ്യാസം, വ്യാപാരം, ഫാർമസ്യൂട്ടിക്കൽസ്, IT, കൃഷി തുടങ്ങി വിവിധ മേഖലകളിലെ പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ക്രൂഡ് ഓയിൽ വില 2.7% ഉയർന്ന് $115.66 രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 1087 പോയിന്റ് താഴ്ന്ന് 72,495-ലും നിഫ്റ്റി 311 പോയിന്റ് കുറഞ്ഞ് 22,507-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 75 രൂപ കുറഞ്ഞ് 13,500 രൂപയും പവന് 600 രൂപ താഴ്ന്ന് 1,08,000 രൂപയുമാണ് ഇന്നത്തെ വില. ജമ്മു ഡിവിഷനിലെ 100 സ്കൂളുകളിൽ 53 ലക്ഷം രൂപ ചിലവിൽ ഔഷധ ഉദ്യാനങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതിക്ക് കേന്ദ്ര ആയുഷ് മന്ത്രാലയം അംഗീകാരം നൽകി. ഓരോ ജില്ലയിൽ നിന്നും തിരഞ്ഞെടുത്ത 10 സ്കൂളുകൾ വീതമാണ് ഈ പദ്ധതിയുടെ ഭാഗമാകുന്നത്. ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള അറിവ് വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാക്കാനും പരിസ്ഥിതി സംരക്ഷണത്തെയും പരമ്പരാഗത ആരോഗ്യ രീതികളെയും കുറിച്ച് വിദ്യാർത്ഥികളിൽ അവബോധം വളർത്താനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. സ്വാതന്ത്ര്യ സമര സേനാനി ശ്യാംജി കൃഷ്ണ വർമ്മയുടെ ചരമവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. അദ്ദേഹത്തിന്റെ ജീവിതവും ആശയങ്ങളും രാജ്യത്തിന് പ്രചോദനമാണെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിനും പശ്ചിമബംഗാളിലെ 1ാം ഘട്ട വോട്ടെടുപ്പിനുമുള്ള ഔദ്യോഗിക വിജ്ഞാപനം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. കുവൈറ്റിലെ ജലശുദ്ധീകരണ പ്ലാന്റിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടു. മരിച്ചയാളുടെ കുടുംബത്തിന് എല്ലാ സഹായവും ലഭ്യമാക്കാൻ ശ്രമവുമായി ഇന്ത്യൻ എംബസി. ഉപഭോക്താക്കളുടെ വിവരങ്ങളുടെ സുരക്ഷയും രഹസ്യാത്മകതയും ഉറപ്പാക്കാൻ രാജ്യത്തെ ബാങ്കുകൾ കർശനമായ ചട്ടക്കൂടിന് കീഴിലാണ് പ്രവർത്തിക്കുന്നതെന്ന് കേന്ദ്ര സർക്കാർ. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളത്തിൽ വോട്ടെടുപ്പിന് 10 ദിവസം മാത്രം ശേഷിക്കെ പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. പൊതുവിതരണ സംവിധാനത്തിന് കീഴിലെ മണ്ണെണ്ണ വിതരണത്തിനുള്ള നടപടികൾ ലഘൂകരിച്ച കേന്ദ്ര സർക്കാർ. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.